പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. യേശു തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ പ്രസംഗിച്ചത് അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുതാപവും മാനസാന്തരവും ഉണ്ടാകണം. ദൈവത്തിലും ദൈവവചനമാകുന്ന സുവിശേഷത്തിലും നാം വിശ്വസിക്കണം. ദൈവവചനം വിശ്വാസപൂർവ്വം കേൾക്കുമ്പോൾ നമുക്ക് അനുതാപമുണ്ടാകുകയും ഈ അനുതാപം മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തുമ്പോൾ നമ്മുടെ തെറ്റുകൾ നമുക്ക് ബോധ്യമാകും. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം, പ്രവർത്തന രീതികൾ, ഇവ എല്ലാം തന്നെ നമുക്ക് അവയിലടങ്ങിയിരിക്കുന്ന തെറ്റുകളെ ബോധ്യപ്പെടുത്തി തരുവാൻ വചനം സഹായിക്കും. ദൈവത്തിന് നിരക്കാത്തതായതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. 2 തിമോത്തി 3:16 തിരുവചനം പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി, നമ്മെ ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ദൈവിക നീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ആണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുവഴിയാണ് നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുകയും അതിന് പര്യാപ്തനാക്കുകയും ചെയ്യുന്നത്. നമ്മുടെ തെറ്റുകൾ തിരുത്തി നീതിയിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടപ്രകാരം തന്നിഷ്ടത്തോടെ ജീവിക്കുമ്പോൾ, ദൈവപ്രമാണങ്ങളെ ലംഘിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ നാശമാണ് സംഭവിക്കുന്നത്. നാം ധാരാളം വചനം കേൾക്കുന്നവരും ധ്യാനം കൂടുന്നവരും ഒക്കെയാണ്. എന്നാൽ വചനം എത്ര കേട്ടിട്ടും നമുക്ക് ഒരു അനുതാപവും ഒരു മാനസാന്തരവും ഉണ്ടാകുന്നു ഇല്ല എന്നതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. ഇതിന് കാരണം നാം കേൾക്കുന്ന വചനം നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതാണെന്നുള്ള വിശ്വാസം നമുക്കില്ല. അതിനാൽ നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ നാം പരിശ്രമിക്കാറും ഇല്ല. നമുക്ക് തെറ്റുകളൊന്നുമില്ല എന്നൊരു ചിന്തയിലാണ് നാം പലപ്പോഴും ജീവിച്ചു പോകുന്നത്. നാം കേൾക്കുന്ന വചനങ്ങൾ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് നമ്മുടെ ഹൃദയത്തെ, എത്ര കഠിനമായ ഹൃദയത്തെയും നിർമ്മല ഹൃദയമാക്കി മാറ്റുവാനുള്ള കഴിവ് ദൈവത്തിൻ്റെ വചനങ്ങൾക്കുണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ അഹങ്കാരം വെടിഞ്ഞ് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് വിശ്വാസത്തോടെ വചനങ്ങൾ കേൾക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ തെറ്റുകൾ തിരുത്തണമെന്ന ആഗ്രഹമാണ് നമുക്ക് ആദ്യമേ വേണ്ടത്. പരദൂഷണവും ഏഷണിയും വാശിയും വിദ്വേഷവും അഹങ്കാരവും നാം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ എത്ര ധ്യാനം കൂടിയിട്ടും ഒരു കാര്യവുമില്ല. ഒരു പരിവർത്തനവും ഒരു നവീകരണവും നമ്മിൽ നടക്കുകയില്ല. നമുക്ക് ആത്മീയമായി വളരണമെന്നും ദൈവത്തോടൊത്ത് ജീവിക്കണമെന്നും നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണമെന്നും ഉള്ള ഒരു ആഗ്രഹം നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുതാപവും മാനസാന്തരവും ഹൃദയത്തിൻ്റെ നവീകരണവും നടക്കുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.